السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. പ്രിയം നിറഞ്ഞ ഫോക്കസ് കേട്ടറ്റ് പഠിതാക്കളെ, 2025 നടന്ന ചില കേട്ടറ്റ് എക്സാമുകളിലെ ട്രാൻസ്ലേഷൻ ആൻഡ് GK ഈ ഏരിയയിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്ക് വേഗം ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. നമുക്കറിയാം, ആദ്യമായി നമുക്കൊക്കെ അറിയുന്ന ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും അവസാനം നടന്ന കേട്ടറ്റ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. അൽ-ലുഗത്തുൽ അറബിയ്യ ഇഹ്ദൽ ലുഗാത്ത് ഡാഷ് അർ-റസ്മിയ്യ ഫീ മുനല്ലമ അൽ-ഉമമിൽ മുത്തഹിദ. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. യെസ്, ഉമമുൽ മുത്തഹിദ. ഉമമുൽ മുത്തഹിദയുടെ ട്രാൻസ്ലേഷൻ തന്നെ എക്സാമുകൾക്ക് ചോദിക്കാം. ഉമമുൽ മുത്തഹിദ എന്നാൽ എന്താണ്? UN, മുനല്ലമ ഉമമുൽ മുത്തഹിദ. UNO അംഗീകരിച്ച UNOയുടെ ഒഫീഷ്യൽ ഭാഷകൾ 6 ആണ്. ആ 6 ഭാഷയിൽപ്പെട്ട ഒരു ഭാഷയാണ് അറബിക്. അപ്പൊ നമുക്ക് ഇനി വരുന്ന എക്സാമുകളിലൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ UNOയിലെ ആകെ 6 ഭാഷകൾ ഏതൊക്കെയാണ്? അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കും ലൈസ മിൻ ലുഗാത്തി അൽ ഉമമുൽ മുത്തഹിദ എന്ന് ചോദിക്കാം. യെസ്, ആകെ 6 ഭാഷകളാണ് അല്ലേ? ഏതൊക്കെയാണ്? UNലെ ഉമമുൽ മുത്തഹിദയിലെ ഒഫീഷ്യൽ ഭാഷകൾ. ആ ഭാഷകളാണ് UNലെ മീറ്റിങ്ങുകളിലൊക്കെ ഉപയോഗിക്കുക. അവിടുത്തെ ഒഫീഷ്യൽ ഡോക്യുമെന്റ്, വഫായിഖ് ഡോക്യുമെന്റുകളൊക്കെ എഴുതപ്പെടുക ഈ 6 ഭാഷകളിലാണ്. അത് 6 ഭാഷ: 1 അറബി, സ്പാനിഷ് ഭാഷ, ഇംഗ്ലീഷ് ഭാഷ, റഷ്യൻ, ചൈനീസ്, ഫ്രഞ്ച്. ഏതൊക്കെയാണ്? അറബി, സ്പാനിഷ്, ഇംഗ്ലീഷ്, റഷ്യൻ, ചൈനീസ്, ഫ്രഞ്ച്. ഇത്രയുമാണ് UNന്റെ ഒഫീഷ്യൽ ഭാഷകൾ. മീറ്റിങ്ങുകൾ ഉപയോഗിക്കപ്പെടുന്ന ഒഫീഷ്യൽ ഡോക്യുമെന്റുകളൊക്കെ എഴുതപ്പെടുന്ന ഭാഷകൾ ഈ 6 ഭാഷയിലാണ്. ഇവിടെ നമുക്കൊക്കെ അറിയുന്നൊരു ചോദ്യം, ഈ 6 ഭാഷയിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മാതൃഭാഷയായി സംസാരിക്കപ്പെടുന്ന ഭാഷ ഏതാണ്? ചൈനീസ് ആണ്. വെരി ഗുഡ്. ചൈനീസിലെ ചൈനീസ് മാൻഡാരിൻ എന്നാണ് ആ ഭാഷയുടെ യഥാർത്ഥ പേര്. മാൻഡാരിൻ ചൈനീസ് ഭാഷയാണ് ലോകത്തിൽ തന്നെ മാതൃഭാഷയായിട്ട്. അവിടെ ആ മാതൃഭാഷ എന്നുള്ളത് ഒരു അടിവരടണേ. ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഇംഗ്ലീഷാണ്. എന്നാൽ മാതൃഭാഷയായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് ചൈനീസ് ഭാഷയാണ്. ചൈനീസ് മാൻഡാരിൻ ഭാഷയാണ്. നമ്മളിപ്പോൾ പറഞ്ഞത് UN ഉമമുൽ മുത്തഹിദ, അതിലെ ഒഫീഷ്യൽ ഭാഷകൾ 6 ആണ്. അറബി, സ്പാനിഷ്, ഇംഗ്ലീഷ്, റഷ്യൻ, ചൈനീസ്, ഫ്രഞ്ച്. 1945 UN ഉണ്ടായത് 1945 UN ഉണ്ടാകുമ്പോൾ, സ്ഥാപിക്കപ്പെടുമ്പോൾ 4 ഭാഷകളാണ് ഉണ്ടായിരുന്നത്: ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്പാനിഷ്, ചൈനീസ്. 1945 UN ഉണ്ടാക്കപ്പെടുന്നത്, UN സ്ഥാപിക്കപ്പെടുന്നത്. സ്ഥാപിക്കപ്പെടുമ്പോൾ ഉള്ള ഭാഷകൾ 4 ആണ്: ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്പാനിഷ്, ചൈനീസ്. 1946 റഷ്യൻ ലാംഗ്വേജും ഉൾപ്പെടുത്തി. ഇപ്പൊ എത്ര ഭാഷയായി? 5 ഭാഷയായി. 1945 UN സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ 4 ഭാഷയായിരുന്നു: ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ഹിസ്പാനിയ, ചൈന. 1946 5ാം ഭാഷ ചേർക്കപ്പെട്ടു, റഷ്യൻ ഭാഷ. എന്നാൽ 1973 6ാമത്തെ ഭാഷ UN ഒഫീഷ്യൽ ഭാഷയെ അംഗീകരിച്ചു. അത് അറബി ഭാഷയാണ്. UN എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നിലവിലുള്ളതിൽ ഏറ്റവും കൂടുതൽ അംഗരാജ്യങ്ങളുള്ള പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ്. എത്ര അംഗരാജ്യങ്ങൾ UN-ലുണ്ട്? ഇപ്പൊ നിലവിൽ UN-ലാകെ 193 അംഗരാജ്യങ്ങളുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. 1973 ഏത് ഡേറ്റിനാണ് ഈ അറബി ഒഫീഷ്യൽ ഭാഷയായിട്ട് UN അംഗീകരിച്ചത്? യെസ്, വെരി ഗുഡ്. അറബി ഭാഷ UN ഒഫീഷ്യൽ ഭാഷയായിട്ട് അംഗീകരിക്കപ്പെട്ട ഡേറ്റ് ഡിസംബർ 18 ആണ്. 1973 ഡിസംബർ 18. നമുക്കൊക്കെ അറിയാലേ, ഇന്നിപ്പോ നവംബർ 2 ആണ്. ഡിസംബർ 18 ആകുമ്പോഴേക്കും
നമ്മളുടെ സ്ഥാപനങ്ങളിലൊക്കെ ആഘോഷിക്കാൻ ഇപ്പോഴേ ഒരുങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഡിസംബർ 18 എല്ലാ ഭാഷയും വേൾഡ് അറബിക് ഡേ ആയിട്ട് അംഗീകരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ആ ദിവസമാണ് UN അറബി ഭാഷയെ ഒഫീഷ്യൽ ഭാഷയായിട്ട് അംഗീകരിച്ചതും. എന്നിട്ട് UN തന്നെ പറഞ്ഞതാണ് നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ വർഷവും ഡിസംബർ 18 വേൾഡ് അറബിക് ഡേ ആയിട്ട് അംഗീകരിക്കണം. അങ്ങനെ ഇപ്പോൾ ഡിസംബർ 18 ആ ഒരു പ്രാധാന്യം ഓരോ വർഷം കൂടുമ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്, നമുക്കറിയാം. യെസ്. എന്നാൽ ലാസ്റ്റ് കാറ്റഗറിയിൽ ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, പലപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് അറിയാം. ഒന്ന് ആൻസർ ചെയ്ത് നോക്കൂ. അൽ ഖൽഅത്തുൽ ഹംറാ ഡൽഹിയിലാണ്. അൽ ഖൽഅത്തുൽ ഹംറാ, അൽ ഖൽഅത്തുൽ ഹംറാ നമുക്കറിയാം ആരാണ് ഉണ്ടാക്കിയത്? ഡൽഹിയിൽ ഉണ്ടാക്കിയത് ആരാണ്? ഷാജഹാൻ മലിക്. യെസ്, ഷാജഹാൻ ഉണ്ടാക്കിയതാണ്. വെരി ഗുഡ്. അൽ ഖൽഅത്തുൽ ഹംറാ റെഡ് ഫോർട്ട് ഷാജഹാൻ ഉണ്ടാക്കിയതാണ്. 17-ാം നൂറ്റാണ്ടിൽ 1638-48 കാലഘട്ടങ്ങളിലാണ് റെഡ് ഫോർട്ട് ഉണ്ടാക്കിയത്. ഒരുപാട് നിർമ്മിതികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ആളാണല്ലോ ഷാജഹാൻ. ഒരുപാട് നിർമ്മിതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ എപ്പോഴും ചോദിക്കുന്ന 3 ഒന്നാണ് അൽ ഖൽഅത്തുൽ ഹംറാ. മറ്റൊന്ന് ഏതാണ്? താജ്മഹൽ. മൻബന താജ്മഹൽ. നമ്മൾ ഒരുപാട് കേട്ടതാണല്ലേ. താജ്മഹൽ ഉണ്ടാക്കിയത് ആരാണ്? താജ്മഹൽ ഉണ്ടാക്കിയത് ഷാജഹാൻ. എന്നാൽ ഒരു ക്വസ്റ്റ്യനും കൂടി ഇടക്കിടക്ക് എക്സാമിൽ വരാറുണ്ട്. മൻബന അൽ ജാമിഉൽ കബീർ ബി ഡൽഹി. അത് ഉണ്ടാക്കിയത് ഷാജഹാൻ തന്നെയാണ്. പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഈ 3 ക്വസ്റ്റ്യൻ എന്തായാലും നോക്കി വെക്കണം. ഖൽഅത്തുൽ ഹംറാ ഉണ്ടാക്കിയത് ഷാജഹാനാണ്, ഡൽഹിയിലാണ്. അൽ ജാമിഉൽ കബീർ ബി ഡൽഹി ഉണ്ടാക്കിയത് ഷാജഹാനാണ്. താജ്മഹൽ ഉണ്ടാക്കിയത് ഷാജഹാനാണ്. ഇനി ലാസ്റ്റ് എക്സാമിന് വന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് തോമസ് അൽവ എഡിസൺ. ബരിത്താനിയുൻ, അമേരിക്കയുൻ, ഹിന്ദിയുൻ, സ്വീനിയുൻ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് തോമസ് അൽവ എഡിസൺ. ചെറുപ്പം മുതലേ നമ്മൾ പഠിച്ച് വരുന്ന പല കഥകളും കേട്ട ഒരു വ്യക്തിയാണ് തോമസ് അൽവ എഡിസൺ. തോമസ് അൽവ എഡിസൺ അമേരിക്കക്കാരനായിരുന്നു. അദ്ദേഹം 1847 ജനിക്കുന്നു. 1931 മരണപ്പെടുന്നു. 1847 ജനിച്ച് 1931 മരണപ്പെടുന്നു. ഇദ്ദേഹത്തിന്റെ നമുക്കൊക്കെ അറിയുന്ന, ഇപ്പൊ ചാറ്റ് ബോക്സിൽ ചിലർ പറഞ്ഞ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തമാണ് അൽ മിസ്ബാഹുൽ കഹർബായി, ബൾബ് കണ്ടെത്തിയത്. പാട്ടിനൊക്കെ ഉപയോഗിച്ചിരുന്ന ഫോണോഗ്രാഫ്, അതടക്കമുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹത്തിനെ കുറിച്ച് ചരിത്രത്തിൽ പറയുന്നത് സജ്ജല അക്സറമിൻ അൽഫ് ബറാഅത്ത് ഇഖ്തിറാ എന്ന് പറഞ്ഞാൽ എന്താ? അത് ട്രാൻസ്ലേഷനിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. പാറ്റന്റ് ഉണ്ടല്ലോ. അമേരിക്കയിൽ എന്തെങ്കിലും ഒരു കണ്ടുപിടിച്ചാൽ അതിന് പാറ്റന്റ് കൊടുക്കും. നമുക്കൊക്കെ കിട്ടും. വേണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കണ്ടുപിടിച്ചാൽ അത് അവിടെ അമേരിക്കയിൽ രജിസ്റ്റർ ആദ്യമായിട്ട് നമ്മളാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കതിന്റെ പാറ്റന്റ് കിട്ടും. പിന്നെ അത് അതിന്റെ അർഹത അല്ലെങ്കിൽ അതിന്റെ അംഗീകാരവും ഒക്കെ നമുക്കായിരിക്കും. തോമസ് അൽവ എഡിസൺ അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ്. 1847 ജനിച്ചു. 1931 മരണപ്പെട്ടു. മിസ്ബാഹുൽ കഹർബായി ഫോണോഗ്രാഫ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമാണ്. 1000-ലധികം ബറാഅത്ത് ഇഖ്തിറാ, അങ്ങനെ തന്നെ ഒരു എക്സാമിന് ചോദിച്ചിരുന്നു. ബറാഅത്ത് ഇഖ്തിറാ എന്നാൽ എന്താണ്? പാറ്റന്റ്. വലിയ ശാസ്ത്രജ്ഞന്മാർ കിട്ടാറുള്ളത് അങ്ങനത്തെ ഒരു പാറ്റന്റ് ആണ് ഇദ്ദേഹത്തിന് 1000-ലധികം കിട്ടിയത്. യെസ്. എന്നാൽ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അവ്വൽ ജരീദ അറബിയ നുശ്റത് ഫിൽ ആലം. അവ്വൽ ജരീദ അറബിയ നുശ്റത് ഫിൽ ആലം. അവ്വൽ ജരീദ അറബിയ നുശ്റത് ഫിൽ ആലം അൽ വഖാഇഉൽ മിസ്രിയ. അൽ വഖാഇഉൽ മിസ്രിയ. വെരി ഗുഡ്. അൽ വഖാഇഉൽ മിസ്രിയ അവ്വൽ സഹിഫ അറബിയായിട്ട് പരിഗണിക്കപ്പെടുന്നു. ഇപ്പൊ നമ്മൾ അൽ വഖാഇഉൽ മിസ്രിയാണ് നിലവിൽ അംഗീകരിക്കപ്പെടുന്ന ഏറ്റവും പഴയ പത്രം. ഇതിന് മുൻപ് ചെറിയ ചെറിയ പത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊരു എല്ലാവർക്കും വായിക്കാനുള്ള പത്രം ആയിരുന്നില്ല. അതുകൊണ്ട് വഖാഇഉൽ മിസ്രിയാണ് അവ്വൽ സഹിഫ അറബിയായിട്ട് പരിഗണിക്കപ്പെടുന്നത്. 1828 അത് ആരാണ് ഉണ്ടാക്കാൻ നിർദ്ദേശിച്ചതെന്ന് ചോദിക്കാം. മുഹമ്മദ് അലി ബാഷ. മുഹമ്മദ് അലി ബാഷയുടെ നിർദ്ദേശപ്രകാരമാണ് അൽ വഖാഇഉൽ മിസ്രിയ. മുഹമ്മദ് അലി ബാഷ നമുക്കറിയാം, ആധുനിക ഈജിപ്തിന്റെ പിതാവ് മുഹമ്മദ് അലി ബാഷ. അദ്ദേഹമാണ് 1828
ആദ്യത്തെ സുഹൈഫ അറബിയ അൽ വഖായിൽ മിസ്രിയ ഉണ്ടാക്കാൻ നിർദ്ദേശിക്കുന്നത്. 1828 ഡിസംബർ 3-നാണ് അതിന്റെ ആദ്യ പതിപ്പ് ഇറങ്ങുന്നത്. തുടക്കത്തിൽ അത് അറബി തുർക്കി ഭാഷയിലായിരുന്നു. കാരണം ഈ മുഹമ്മദ് അലി ബാഷ ഒരു തുർക്കി ഭരണാധികാരിയായിരുന്നു, ഉസ്മാനി ഭരണാധികാരിയായിരുന്നു. അതിനുശേഷം അത് അറബിയിൽ മാത്രമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെടാൻ തുടങ്ങി. അൽ വഖായിൽ മിസ്രിയ ആദ്യത്തെ അറബിക് പത്രമായിട്ട് പരിഗണിക്കപ്പെടുന്നു. 1828-ലാണ് ഇത് പ്രസിദ്ധീകരണം തുടങ്ങിയത്. തുടക്കത്തിൽ അറബി തുർക്കി ഭാഷകൾ ഉണ്ടായിരുന്നു, പക്ഷേ പിന്നീട് അത് അറബി ഭാഷയിൽ മാത്രമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെടാൻ തുടങ്ങി. യെസ്, നമുക്ക് അടുത്തൊരു പോയിന്റിലേക്ക് പോകാം. അതിന്റെ മുൻപ് അഹ്റാം എന്ന പത്രത്തിനെ കുറിച്ച് ഒരാൾ ചോദിച്ചു. അഹ്റാം എന്ന പത്രം 1875-ലാണ് ഉണ്ടായത്. 1875. അതിന്റെ പ്രത്യേകത എന്താ? നിലവിൽ ഉള്ളതിൽ, നിലവിലും പ്രസിദ്ധീകരിക്കപ്പെടുന്നതിൽ ഏറ്റവും ആദ്യം ഇറങ്ങിയ പത്രം. അൽ വഖായിൽ മിസ്രിയ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റോപ്പായി. ഇപ്പോഴും പ്രസിദ്ധീകരിക്കപ്പെടുന്നതിൽ ഏറ്റവും പഴയ പത്രം ഏതാണ്? അൽ അഹ്റാം. അൽ അഹ്റാം. ഓക്കെ, 1875-ലാണ് അത് തുടങ്ങുന്നത് കേട്ടോ. അതെ. എന്നാൽ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, ലാസ്റ്റ് കേട്ടറ്റിന് 2025-ൽ നടന്ന കേട്ടറ്റിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. തവക്കുൽ കർമാൻ ജായിസത്ത് നോബൽ സലാം കിട്ടിയ വർഷം. തവക്കുൽ കർമാൻ നോബൽ സമ്മാനം കിട്ടിയത് 2011-ലാണ്. 2011. മനഹി അബ്ദുൽ ഉംറഅത്തിൻ മുസ്ലിമ ഹസലത്ത് അലാ ജായിസത്ത് നോബൽ. ഷീരീൻ ഇബാദി. ഷീരീൻ ഇബാദി എന്ന് പറഞ്ഞാൽ ഒരു അറബി വനിതയല്ല, മുസ്ലിം വനിതയാണ്. അപ്പൊ ഇവിടെ ചോദിച്ചത് ആദ്യത്തെ മുസ്ലിം ആരാണ്, അല്ലെ? മുസ്ലിം വനിത. നോബൽ സമ്മാനം കിട്ടിയ ആദ്യത്തെ മുസ്ലിം വനിത ആരാണ്? ഷീരീൻ ഇബാദി. ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള വേറൊരു പോയിന്റ്, ഷീരീൻ ഇബാദി ഏത് രാജ്യക്കാരിയാണ്? ആയത്തുള്ള അലി ഖുമൈനിയുടെ നാട് ഇറാൻ. യെസ്, ഇറാൻ. അബ്ദുൽ ഉംറ മുസ്ലിമാണ്. തഹുസുൽ ജായിസ നോബൽ സമ്മാനം കിട്ടിയ ആദ്യത്തെ മുസ്ലിം വനിത ഷീരീൻ ഇബാദിയാണ്. 2003-ലാണ്. ആദ്യത്തെ നോബൽ സമ്മാനം കിട്ടിയ ആദ്യത്തെ മുസ്ലിം അറബി വനിത ആരാണ്? യമനി വനിത. അത് തവക്കുൽ കർമാൻ. ആദ്യമായിട്ട് നോബൽ സമ്മാനം കിട്ടിയ അറബി വനിത അത് യമൻകാരിയാണ്. യമൻകാരി എന്നുള്ളത് ചോദിക്കാറുണ്ട്. തവക്കുൽ കർമാൻ ഏത് രാജ്യക്കാരിയാണെന്ന് ചോദിക്കാറുണ്ട്. യമനിയാണ്. 2011-ലാണ് കിട്ടിയത്, സമാധാനത്തിൽ തന്നെ. അപ്പോ ആദ്യത്തെ മുസ്ലിം വനിത ഇറാൻകാരിയാണ് ഷീരീൻ ഇബാദി 2003-ൽ. അടുത്തത് 2011-ൽ തവക്കുൽ കർമാൻ. യെസ്. അടുത്തത് ഒരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്, നോബൽ സമ്മാനം കിട്ടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയാര്, വ്യക്തിയാര്? മലാല യൂസഫ്സായി. ഏത് വർഷത്തിലായിരുന്നു? 2014. ഓക്കെ. നോബൽ സമ്മാനം കിട്ടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി മലാല യൂസഫ്സായി ആണ്. 2014-ലാണ് നോബൽ സമ്മാനം കിട്ടിയത്. ഈ ഒരു പോയിന്റുകൾ കിട്ടിയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു, മനസ്സിലായി. പ്രധാനപ്പെട്ട കേട്ടത്തിന് ചോദിക്കുന്നതാണ്. ഷീരീൻ ഇബാദി ഏത് രാജ്യക്കാരിയാണ്? ഇറാൻകാരിയാണ്. ആദ്യമായി നോബൽ സമ്മാനം കിട്ടിയ മുസ്ലിം വനിതയാണ്. ആദ്യമായി നോബൽ സമ്മാനം കിട്ടിയ അറബി വനിത അതാരാണ്? അത് മുസ്ലിമുമാണ്. അറബികൾ മുസ്ലിമാണ്. പക്ഷെ മുസ്ലിമുകളിൽ മുസ്ലിം വനിതകളിൽ രണ്ടാമത്തതാണ്. അറബികളെ നോക്കുകയാണെങ്കിൽ ആദ്യത്താണ്. തവക്കുൽ കർമാൻ 2011. നോബൽ സമ്മാനം കിട്ടിയ ഏറ്റവും പ്രായം കുറഞ്ഞത് ആരാണ്? മലാല യൂസഫ്സായി. ഇവിടെ ഇതിന് കൂട്ടി വായിക്കേണ്ട 2 പോയിന്റ് കേട്ടിട്ട് ചോദിക്കുന്നത്, ആദ്യമായി നോബൽ സമ്മാനം കിട്ടിയ മുസ്ലിം വ്യക്തി അൻവർ സാദത്താണ്. അത് തന്നെ ലിറ്ററേച്ചറിൽ ആദ്യമായി നോബൽ സമ്മാനം കിട്ടിയത് ആർക്കാണ്? അറബിക് ലിറ്ററേച്ചറിൽ അല്ലെങ്കിൽ ലിറ്ററേച്ചറിൽ നോബൽ സമ്മാനം കിട്ടിയ ആദ്യ വ്യക്തി നജീബ് മഹ്ഫൂദ്. വെരി ഗുഡ്. ലിറ്ററേച്ചറിൽ വെരി ഗുഡ്. ലിറ്ററേച്ചറിൽ അല്ലെങ്കിൽ അറബിക് ലിറ്ററേച്ചറിൽ നോബൽ സമ്മാനം കിട്ടിയ ആദ്യത്തെ വ്യക്തി നജീബ് മഹ്ഫൂദ് ആണ്. അറബികളിൽ ട്ടോ. അറബികളിൽ ലിറ്ററേച്ചറിൽ അല്ലെങ്കിൽ അറബിക് ലിറ്ററേച്ചറിൽ നോബൽ സമ്മാനം കിട്ടിയ ആദ്യത്തെ വ്യക്തി നജീബ് മഹ്ഫൂദ്. ആദ്യത്തെ ഏക വ്യക്തിയാണ്. 2014-ലാണ് മലാല യൂസഫ്സായിക്ക് നോബൽ സമ്മാനം കിട്ടിയത് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ലാസ്റ്റ് കേട്ടറ്റിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, മുഅസ്സിസ് ജാമിഅത്ത് കൊച്ചിൻ ലിൽ ഉലൂമി വ ടെക്നോളജി. ആരാണ് ഇദ്ദേഹം? ലാസ്റ്റ് കേട്ടറ്റിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, നമുക്കറിയാം. ഇവിടെ കറക്റ്റ് ആൻസർ CH മുഹമ്മദ് കോയയാണ്. CH മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന വ്യക്തിയാണ് CH മുഹമ്മദ് കോയ. അതിൽ ഈ ജാമിയത്തു കൊച്ചിൻ ഉലൂമി വ ടെക്നോളജിയ അതേതാണ് യൂണിവേഴ്സിറ്റി? നമുക്കറിയുന്ന യൂണിവേഴ്സിറ്റി ആണല്ലേ? അതെ അതെ, കുസാറ്റ് ആണ്. യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഏതായാലും കുസാറ്റ് ജാമിയത്തു കൊച്ചിൻ ഉലൂമി വ ടെക്നോളജിയ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കുസാറ്റ് 1971-ലാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കപ്പെട്ടത്. അത് ഉന്നത
വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രോഗ്രസിന് വേണ്ടിയും ഒക്കെയാണ് അത് ഉണ്ടാക്കിയത്. അതുപോലെ സയൻസ് മേഖലയിൽ നല്ല പ്രോഗ്രസ് ഉണ്ടാകുക, അതിനു വേണ്ടിയിട്ടാണ് കുസാറ്റ് ഉണ്ടാക്കിയത് 1971. ആരാണ് അത് ഉണ്ടാക്കാൻ മുഖ്യ കാരണക്കാരൻ? CH മുഹമ്മദ് കോയ. നമുക്കറിയാം, ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണെങ്കിലും കേരളത്തിൽ മുഖ്യമന്ത്രിയായ ഏക മുസ്ലിം വ്യക്തിയാണ് അല്ലെ CH മുഹമ്മദ് കോയ. അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് കേട്ടറ്റിനും PSCക്കൊക്കെ വരാറുണ്ട്. അതിൽ ഒന്ന് മുൻപ് 2-3 പ്രാവശ്യം വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, മുസ്ലിം നാടാർ വനിതകൾക്ക് സ്കോളർഷിപ്പ് ആദ്യമായിട്ട് തുടങ്ങിയ ഭരണാധികാരി ആരാണ്? ഇപ്പോ നമുക്കറിയാം, സ്കൂളിലൊക്കെ പഠിക്കുന്ന മുസ്ലിങ്ങൾക്കും നാടാർ സമുദായത്തിനും മറ്റു പല സമുദായത്തിനും പല സ്കോളർഷിപ്പും ഉണ്ടല്ലോ. ആ ഒരു സ്കോളർഷിപ്പ് തുടങ്ങിയത് അൽ മിൻഹ ദിറാസിയ എന്ന് പറയും. സ്കോളർഷിപ്പ് തുടങ്ങിയത് ആരാണ്? എക്സാമിന് ചോദിച്ചതാണ്, CH മുഹമ്മദ് കോയ. യെസ്, അപ്പോ കുസാറ്റ് തുടങ്ങിയതും CH മുഹമ്മദ് കോയാണ്. അതോടുകൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് അതുകൊണ്ട് ഉൾപ്പെടുത്തുകയാണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ മുഖ്യ കാരണക്കാരനും ആര് തന്നെയാണ്? CH മുഹമ്മദ് കോയാണ്. 1968 1968 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. 1960 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാനുള്ള മുഖ്യ കാരണക്കാരൻ CH മുഹമ്മദ് കോയയാണ്. അങ്ങനെ 68 ഉണ്ടാക്കുമ്പോൾ അത് കാലിക്കറ്റ് ജില്ലയിലായിരുന്നു. എന്നാൽ 69 ആകുമ്പോഴേക്കും ജില്ല മലപ്പുറം ജില്ല പുതുതായി വന്നു. പക്ഷെ പേര് മാറ്റണ്ടെന്നുള്ള, ഇനിയിപ്പോ പേര് മാറ്റണ്ടല്ലോ, അങ്ങനെ വന്നതാണ്. ഏതായാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമുക്കറിയാം CH ചെയർ വളരെ പ്രധാനപ്പെട്ട ഒരു ചെയറാണ്. കാരണം അത് ഉണ്ടാക്കാൻ മുഖ്യ കാരണക്കാരൻ CH മുഹമ്മദ് കോയ ആയതുകൊണ്ടാണ്. യെസ്, കേട്ടിട്ട് വന്ന വേറൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മളുടെ ചെറിയ അശ്രദ്ധ മൂലം നമുക്ക് പറ്റാവുന്ന ചില പ്രശ്നമാണിത്. ഇവിടെ ഒന്നാമത് ശ്രദ്ധിക്കണം, ഇഖ്തർ അത്തസ്രീഹ സഹീഹ് എന്നാണ് കൊടുത്തത്. ഇവിടെ കറക്റ്റ് ആൻസർ ഒരാൾ തന്നിട്ടുണ്ട്, കുറച്ചാൾ തരുന്നുണ്ട്. കറക്റ്റ് ആൻസർ സ്വഹീഹായ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചത്. ഒരു അക്ഷരം തെറ്റി വായിച്ച കാരണത്താൽ ഒരു പക്ഷെ കേട്ടിട്ട് നഷ്ടപ്പെടുന്ന സാഹചര്യം പലർക്കും ഉണ്ടായിട്ടുണ്ട്. ക്വസ്റ്റ്യനും 4 ഓപ്ഷനും നന്നായി വായിക്കണം. 82 മാർക്ക് OBCക്ക് വേണ്ടത് 81. അറിയുന്ന ആൻസർ തെറ്റിയിട്ട് കേട്ടിട്ട് നഷ്ടപ്പെട്ട പല അനുഭവങ്ങളും പലരും ഓരോ എക്സാം കഴിയുമ്പോൾ പറയാറുണ്ട്. ഇവിടെ ശരിയായ സ്റ്റേറ്റ്മെന്റാ ചോദിച്ചത്. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കാം. മിസ്ർ യൂറോപ്പിലാണോ? മിസ്ർ യൂറോപ്പിലാണോ? ഈജിപ്ത്? അല്ല, ആഫ്രിക്ക. ആഫ്രിക്കയിലാണ്. ഈജിപ്ത് ശരിക്കും 2 കോണ്ടിനെന്റിൽ ഉണ്ട്, ഏഷ്യയിലുമുണ്ട് ആഫ്രിക്കയിലുണ്ട്. പക്ഷെ അവർക്ക് ആഫ്രിക്കൻ യൂണിയനിൽ ജോയിൻ ചെയ്യാനാണ് താല്പര്യം. അതുകൊണ്ട് ആഫ്രിക്കൻ രാജ്യമാണ്. സൂയസ് കനാലൊക്കെ നമുക്കറിയാം. സൂയസ് കനാലിന്റെ ഇപ്പുറത്ത്, സൂയസ് കനാൽ എന്ന് പറഞ്ഞാൽ ഈജിപ്തിലെ ഒരു കനാലാണ്, ഫ്രഞ്ചുകാരുണ്ടാക്കി. ഇപ്പൊ ഈജിപ്തുകാരുടെ കയ്യിൽ തന്നെയാണ്, ഈജിപ്തിലാണ് ഉണ്ടാക്കിയത്. ആ സൂയസ് കനാലിന്റെ ഇപ്പുറം ഭാഗം ഏഷ്യയും അപ്പുറം ഭാഗം ആഫ്രിക്കയുമാണ്. ആഫ്രിക്കൻ കൺട്രിയാണ് ഈജിപ്ത്. യെസ്, അപ്പൊ അത് തെറ്റാണ്. തെറ്റാണ്. അപ്പൊ നമ്മൾ ആൻസറിൽ വരുമോ? വരൂല. ശരിയാ ചോദിച്ചത്. സി ഒന്ന് നോക്കാം, എന്നിട്ട് ബിയിലേക്ക് വരാം. അൽ ഇറാഖ് ഫി ഖാറത്തി അഫ്രീഖിയ. ഇറാഖ് ആഫ്രിക്കൻ കൺട്രിയിലാണ്, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ്. ശരിയാണോ? ഇറാഖ് ഏഷ്യൻ കൺട്രിയാണ്. ഇറാഖ് ഏഷ്യൻ കൺട്രിയാണ്. അപ്പൊ അതും ശരിയല്ല. എയും സിയും ശരിയല്ല. അപ്പോൾ പിന്നെ ഡി എന്തായാലും ശരിയാവില്ലല്ലോ. ഡി എന്താ? എയും സിയും കൂടി എന്നല്ല പറഞ്ഞത്. എയും ശരിയല്ല, സിയും ശരിയല്ല, പിന്നെ എയും സിയും കൂടി ശരിയാവുമോ? ഇല്ലല്ലോ. അപ്പൊ ഡി എന്തായാലും ശരിയാവില്ല. അപ്പോൾ പിന്നെ ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരിക? ഫലസ്തീൻ ഫി ഖാറത്തി ആസിയ. ഫലസ്തീൻ ഏഷ്യയിലാണ്. അത് ശരിയല്ലേ? ശരിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കാം. നമുക്ക് അറബിക് ജീക്ക് പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് ജാമിയത്തു ദുവലിൽ അറബിയ, അറബ് ലീഗ്. ജാമിയത്തു ദുവലിൽ അറബിയ. ഈ അറബ് ലീഗിലുള്ള അംഗരാജ്യങ്ങൾ ടോട്ടൽ 22 അറബ് മാതൃഭാഷയിൽ സംസാരിക്കുന്ന രാജ്യങ്ങളാണ്. ടോട്ടൽ രാജ്യങ്ങൾ 22. ഈ 22 രാജ്യങ്ങളെ കുറിച്ച് നമ്മൾ നിർബന്ധമായി പഠിക്കണം. നമുക്ക് ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് പിന്നീട് പഠിക്കാം. അതിൽ ആ രാജ്യങ്ങളുടെ നാണയങ്ങൾ, ആ രാജ്യങ്ങളുടെ ക്യാപിറ്റലുകൾ, ഏത് കോണ്ടിനെന്റിലാണ്, ഏത്
പിന്നെ ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഇതൊക്കെ പഠിക്കണം. ജസ്റ്റ് ഒന്ന് ഈ ക്വസ്റ്റ്യൻ വന്നുകൊണ്ട് ചുരുക്കി ഒന്ന് കാണിച്ചു തരാം. ഏഷ്യൻ ഭൂഖണ്ഡത്തിലുള്ള അറബ് ലീഗിൽ രാജ്യങ്ങൾ 12ആണ്. അറബ് ഒഫീഷ്യലായി സംസാരിക്കുന്ന അറബ് ലീഗ് എന്ന സംഘടനയിലുള്ള ജാമിയത്ത് ദുവൽ അറബിയ എന്ന സംഘടനയിലുള്ള രാജ്യങ്ങൾ 12ആണ്. ഫലസ്തീൻ, ഉറുദുൻ എന്ന് പറഞ്ഞ ജോർദാൻ, ടോട്ടൽ 22 അംഗരാജ്യങ്ങളുണ്ട്. അതിൽ ഏഷ്യയുള്ള രാജ്യങ്ങൾ 12ആണ്. ഫലസ്തീൻ, ഉറുദുൻ എന്ന് പറഞ്ഞ ജോർദാനാണ്, ലബനാൻ, സൂരിയ, ഇറാഖ്, കുവൈത്ത്, ഖത്തർ, ഇമാറാത്ത് എന്ന് പറഞ്ഞ UAE, ബഹ്റൈൻ, ഒമാൻ, യമൻ, സൗദിയ 12ആയി. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് അറബ് ലീഗിൽ അംഗമായ രാജ്യങ്ങളിൽ 12 രാജ്യങ്ങൾ ഏഷ്യൻ രാജ്യങ്ങളാണ്. ഇനി ബാക്കി എത്ര രാജ്യങ്ങൾ ആഫ്രിക്കൻ കൺട്രീസ് ഉണ്ടാവും? ബാക്കിയൊക്കെ ആഫ്രിക്കൻ കൺട്രീസ്. അപ്പൊ എത്ര ഉണ്ടാവും? യെസ്, 10 രാജ്യങ്ങൾ. ആഫ്രിക്കയിലുള്ള അറബിക് രാജ്യങ്ങൾ അല്ലെങ്കിൽ അറബ് ലീഗ് രാജ്യങ്ങൾ 10ആണ്. മിസ്ർ, ലിബിയ, സുഡാൻ, അൾജീരിയ, തൂനിസ്, മഗ്രിബ് എന്ന് പറഞ്ഞാൽ മൊറോക്കോ. കഴിഞ്ഞ ലോകകപ്പ് കണ്ടവരൊക്കെ അതിനെ കുറിച്ച് മനസ്സിലാക്കിയവരൊക്കെ പഠിച്ചൊരു രാജ്യമായിരിക്കും മൊറോക്കോ, അല്ലെ? വേൾഡ് കപ്പിൽ എത്തുന്ന ആദ്യത്തെ, വേൾഡ് കപ്പ് സെമി ഫൈനലിൽ എത്തുന്ന, ഫുട്ബോൾ വേൾഡ് കപ്പ് സെമി ഫൈനലിൽ എത്തുന്ന ആദ്യത്തെ ആഫ്രിക്കൻ രാജ്യമാണ് മൊറോക്കോ, മഗ്രിബ്. പിന്നെ മൊറീത്താനിയ, ജിബൂത്തി, സോമാലിയ, ജുസുൽ ഖമർ. ആഫ്രിക്കൻ രാജ്യങ്ങൾ, അറബ് ലീഗിൽ അംഗമായ ആഫ്രിക്കൻ രാജ്യങ്ങൾ 10ആണ്. മിസ്ർ, ലിബിയ, സുഡാൻ, അൾജീരിയ, ട്യൂണീഷ്യ, മഗ്രിബ്, മൊറീത്താനിയ, ജിബൂത്തി, സോമാൽ, ജുസുൽ ഖമർ. അതിന് മുൻപ് ഏഷ്യൻ രാജ്യങ്ങൾ ഇതിൽ പലസ്തീൻ, ജോർദാൻ, ലബനാൻ, സിറിയ, ഇറാഖ്, കുവൈത്ത്, ഖത്തർ, ഇമാറാത്ത്, ബഹ്റൈൻ, ഒമാൻ, യമൻ, സൗദിയ. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് പഠിക്കേണ്ടത് അറബ് ലീഗിൽ അംഗമായ രാജ്യങ്ങൾ എത്ര? അറബ് ലീഗ് അംഗമായ രാജ്യങ്ങൾ 22ആണ്. അറബി ഒഫീഷ്യൽ ഭാഷ സംസാരിക്കുന്ന രാജ്യങ്ങൾ കുറച്ച് വേറെയുണ്ട്. പക്ഷേ ഇവിടെ അറബ് ഒഫീഷ്യൽ ഭാഷയെ സംസാരിക്കുകയും അറബ് ലീഗിൽ അംഗമാവുകയും ചെയ്ത രാജ്യങ്ങൾ ടോട്ടൽ 22ആണ്. അതിൽ 12 രാജ്യവും ഏഷ്യൻ രാജ്യങ്ങളാണ്, 10 രാജ്യങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളാണ്. ഇനി കേട്ടതിന് ചോദിച്ച കുറച്ച് ട്രാൻസ്ലേഷൻ ക്വസ്റ്റ്യൻസ് നമുക്ക് വേഗം ചോദിച്ച് നിർത്താം. ഈസി ക്വസ്റ്റ്യൻസ് ആണ് ട്രാൻസ്ലേഷൻ മേഖലയിൽ വന്നത്. ലാസ്റ്റ് കേട്ടറ്റിന് വന്ന് മാത്രമാണ് ഉൾപ്പെടുത്തിയത്. 2025 വന്ന കേട്ടറ്റിലെ ട്രാൻസ്ലേഷൻ ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയത്. വളരെ ഈസിയായ ക്വസ്റ്റ്യൻ ആണല്ലേ, കൂടുതൽ ടൈം പോക്കേണ്ടതില്ല. സിഞ്ചാബിന്റെ ട്രാൻസ്ലേഷൻ എന്ത്? ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്ത്? യെസ്, സ്ക്വറൽ. സ്ക്വറൽ സ്ക്വറൽ എന്നാണ്. മൗസ്, കോറൽ, പൗച്ച് എന്നൊക്കെ പറഞ്ഞാൽ എന്താ നമുക്കറിയാം. സ്ക്വറൽ എന്ന് പറഞ്ഞാൽ സിഞ്ചാബാണ്. മൗസ്, ഫഹർ. മൗസ്, ഫഹർ. കോറൽ എന്ന് പറഞ്ഞാൽ എന്താ? മിസാൽ, തർക്കം, അല്ലെ? പൗച്ച് എന്താണ്? കീസ്, അല്ലെങ്കിൽ ചെറിയ ഒരു പേസ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ വന്ന വേർഡ്സിന്റെ ഇംഗ്ലീഷ് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇംഗ്ലീഷ് ചോദിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു ട്രാൻസ്ലേഷൻ വേർഡ് ചോദിക്കാം. ഈസിയായ ഒരു ക്വസ്റ്റ്യൻ 2025 കേട്ടറ്റിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സ്പോർട്സിന്റെ അറബിക് വേർഡ് എന്ത്? ഇതാണ് ഞാൻ പറഞ്ഞത്. ക്വസ്റ്റ്യൻ നന്നായി വായിക്കണം, 4 ഓപ്ഷനും വായിക്കണം. ഒന്നാമത്തെ ഓപ്ഷനിൽ ഒരു ചൂണ്ട ഉണ്ടാവും, രണ്ടാമത്തേതിൽ ഉണ്ടാവും. അതിൽ നമ്മൾ കുത്തിപ്പോവരുത്. 4 ഓപ്ഷനും വായിച്ചിട്ട് ഒന്നാമത്തെ തന്നെ ശരിയെന്ന് ഉറപ്പുണ്ടെങ്കിൽ കുത്താം. അതല്ലാതെ ഒന്നാമത്തെ കുത്തുമ്പോ കാണുമ്പോഴേക്ക് നമ്മൾ അതിൽ കുത്തരുത്. എന്തുകൊണ്ട് തെറ്റായി എന്ന് ചോദിക്കുകയാണെങ്കിൽ, ദിയാലിയ എന്ന് പറഞ്ഞാൽ സ്പോർട്സ് എന്നല്ല, റിലേറ്റഡ് ടു സ്പോർട്സ്, സ്പോർട്സുമായി ബന്ധപ്പെട്ടാണ് അർത്ഥം. ഓക്കെ, പ്രശ്നം മനസ്സിലായോ? ഒന്നാമത്തെ പ്രശ്നം മനസ്സിലായോ? എ ടീമിന് മനസ്സിലായോ? എ ഗ്രൂപ്പുകാർ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. യെസ്. അപ്പോ റിയാലിയ എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു സ്പോർട്സ്, സ്പോർട്സുമായി ബന്ധപ്പെട്ട. ഉദാഹരണം അവിടെ കൊടുത്തു, പത്താത്ത റിയാലിയ, സ്പോർട്സുമായി ബന്ധപ്പെട്ട സ്ത്രീ. മലാബിസ് റിയാലിയ, സ്പോർട്സുമായി ബന്ധപ്പെട്ട വസ്ത്രം. റൗള നമുക്കറിയാം ഗാർഡൻ ആണ്. റിയാദ് സ്ഥലമാണ്. റിയാലിയ സ്പോർട്സ്. അൽ ഖിദ്മത്തുൽ ഇദാരിയ അൽ ഹിന്ദിയ, അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്താണ്? അൽ ഖിദ്മത്തുൽ ഇദാരിയ അൽ ഹിന്ദിയ നമുക്കറിയാം. യെസ്, ഓപ്ഷൻ ബി ആണ്.
ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. അതിന്റെ മറ്റു ഓപ്ഷനുകളുടെ അർത്ഥം നോക്കാം. അൽ ഖിദ്മ ഷുർത്തിയ അൽ ഹിന്ദിയ എന്ന് പറഞ്ഞാൽ IPS, ഇന്ത്യൻ പോലീസ് സർവീസ്. അൽ ഖിദ്മ ഷുർത്തിയ അൽ ഹിന്ദിയ. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറഞ്ഞാൽ അൽ ഖിദ്മ അൽ ഇദാരിയ അൽ ഹിന്ദിയ. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ആകുമ്പോഴോ അൽ ഖിദ്മ അൽ ഖാബിയ അൽ ഹിന്ദിയ. ഇന്ത്യൻ റവന്യൂ സർവീസ് ആകുമ്പോഴോ മസ്ലഹത്തുൽ ഇദാരിയ അൽ ദാഖിലിയ. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ ഇവിടെ എന്താണ്? അൽ ഖിദ്മ അൽ ഇദാരിയ അൽ ഹിന്ദിയ, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. ഇതിന്റെ ആൻസർ എന്താ? ലാസ്റ്റ് കേട്ടിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ നിന്ന് സമമായി വരുന്ന, അതിനോട് തുല്യമായി വരുന്ന. കറക്റ്റ് ആൻസർ പ്രിയാമ്പിൾ ആണ്. ഓക്കെ, വെരി ഗുഡ്. പലരും കറക്റ്റ് ആൻസർ പറഞ്ഞു, എഴുതി. പ്രിയാമ്പിൾ ആണ് ദീപാജ. നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. ഖറ ദീപാജത്തിൽ കിതാബ് എന്ന് പറഞ്ഞാൽ മുഖദ്ദിമ, ഫാത്തിഹ, മദ്ഖൽ എന്നൊക്കെയുള്ള അർത്ഥമാണ്. അതിന്റെ മുഖദ്ദിമ എന്നൊരു അർത്ഥമാണ്. നിങ്ങൾ സ്കൂളിൽ ഡെയിലി വേജ് ആയിട്ടോ പെർമനന്റ് ആയിട്ടോ ഒക്കെ ജോലി ചെയ്യുന്നവർ ഈ വാക്ക് ഒരുപാട് കണ്ടിട്ടുണ്ടാവും. എല്ലാ ദിവസവും വർക്കിംഗ് ഡേയ്സിലൊക്കെ കാണുന്നുണ്ടാവും. നമ്മളെ ബുക്സിന്റെ തുടക്കത്തിൽ തന്നെ ഇങ്ങനത്തെ ഒരു പേജ് കാണാം. സ്കൂൾ ബുക്കിന്റെ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ദസ്തൂറുൽ ഹിന്ദ്, ദീപാജ. എല്ലാ പുസ്തകത്തിന്റെയും തുടക്കത്തിൽ ഇങ്ങനെ ദീപാജ കാണാം. ആ ദീപാജയാണ് ഇവിടെ ചോദിച്ചത്. ദീപാജ എന്താണ്? പ്രിയാമ്പിൾ. അപ്പൊ ദീപാജ് എന്ന് പറഞ്ഞാൽ പ്രിയാമ്പിൾ എന്നാണ്. യെസ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹുലു. ഹുലു എന്താണ്? യെസ്, ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. സബ്ജക്ഷൻ ആണ്. സബ്ജക്ഷൻ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. മറ്റുള്ളതിന്റെ ഒക്കെ നമുക്ക് അർത്ഥം നോക്കാം. ആഷന്നാസ് ഫി ഹുലുഇൻ താമിൻ ലിൽ മലിക്, പീപ്പിൾ ലിവ്ഡ്. ആഷന്നാസ്, ജനങ്ങൾ ജീവിച്ചു. ഇൻകംപ്ലീറ്റ്. സബ്ജക്ഷൻ ഫി ഹുലുഇൻ താമിൻ, പൂർണ്ണമായ ഒരു താഴ്മയോടുകൂടെ, ടു ദ കിങ്, ലിൽ മലിക്. അത് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മൗദു ആണ്. സബ്ജക്ഷൻ എന്ന് പറഞ്ഞാൽ ഹുദു ആണ്. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ദഅമാണ്. എൻകറേജ് എന്ന് പറഞ്ഞാൽ തശ്ജീഉ. ഇത്രയാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. ശുക്രൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.